ഒരു ദിവസം ഞാനിങ്ങനെ കാട്ടിലൂടെ നടന്നു വരുമ്പോ എന്റെ മുമ്പിൽ ഒരു കമ്പിളിയോ കമ്പിളിയല്ല, കരിമ്പുലി. കർത്താവേ, എന്നിട്ട് ഞാനൊരു ഓട്ടമോടി ഒരു കൊക്കയുടെ സൈഡിലെത്തി. അപ്പുറത്ത് കൊക്ക, ഇപ്പുറത്ത് ക്രൈംപുലി. ആ ക്രൈംപുലി എന്ത് ക്രൈമും ചെയ്യും വൃത്തിയായിട്ടവൻ. എന്നിട്ട് എന്തായെന്ന് പറയണ്ട മുരുക. ഒരു രക്ഷയില്ലാതായപ്പോ ഞാൻ രണ്ടും കൽപ്പിച്ച് പുലിയോട് പറഞ്ഞു. എന്തിനു പറഞ്ഞു? എന്തെന്നാ പറഞ്ഞെന്നൊന്ന് പറയും. എന്നതാ പറഞ്ഞേ? എന്നാ പറയണ, എല്ലാം കൂടി ചവിട്ടി കൂടും കേട്ടോ. Kill me the bastard! എന്ന് വെച്ചാ എന്റെ കൊല്ലടാ തന്തയില്ലാത്തവനെന്ന്. എന്നിട്ട് എന്തായി? ഞാൻ നോക്കുമ്പോ ആ പുലിയുടെ കണ്ണിൽ നിന്നിങ്ങനെ കൂട്ടുകൂട്ടാ കണ്ണീരൊഴുകുകയായി. ആ പുലിക്ക് തന്തയില്ലായിരുന്നു. ഫാദർലെസ് ലയൺ. കർത്താവേ, അതെ, ഭർത്താവില്ലാത്ത പുലിയുടെ അമ്മക്ക് പറ്റിയ ഒരു കയ്യബദ്ധം. പാവം പുലി അവന്റെ വിഷമം കണ്ട് മനസ്സരിഞ്ഞു പോയ ഞാൻ തൊട്ടടുത്ത പാറയിൽ എഴുതി വെച്ചു, സോറി ബ്രോ, സോറി. രാവിലെ പുട്ടാന്നല്ലയോ കഴിച്ചേ? അതെ, എങ്ങനെ മനസ്സിലായി? അല്ല, നല്ല തള്ളി ഇറക്കുന്നോണ്ട് ചോദിച്ചതാ. അല്ലടോ മുരുക, എനക്കൊരു സംശയം. ഈ പുലിയും സിംഹവും തമ്മിലുള്ള വ്യത്യാസം എന്താ? സിംഹവും പുലിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ യേശുദാസും MG ശ്രീകുമാറും പോലെ. എന്ന് വെച്ചാ താടിയുള്ളത് സിംഹം, താടിയില്ലാത്തത് പുലി. അത് കൊള്ളാമല്ലയോ? അപ്പൊ പിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമാ. എടാ മുരുക, നീ കല്യാണം കഴിച്ചാന്നോ? നിന്റെ കുടുംബമൊക്കെ എവിടാ? അങ്ങ് നാട്ടില. ഭാര്യയുടെ പേര് മൈന. 3 കുട്ടികളുണ്ട്. ഇതെന്നോ? മൂത്തവൾ തത്തമ്മ, രണ്ടാമത്തവൾ മാടത്ത, ഏറ്റവും ഇളയവൾ കുരുവി. ഇതെന്തിന് പക്ഷി സങ്കേതോ? ഈ മുരുകൻ എപ്പോഴും കാട്ടിലല്ലയോ? പിന്നെ എങ്ങനെ 3 പിള്ളേര്?